ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ഷീറ്റ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. നല്ല തിന്നായിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷീറ്റ് പോലെ തന്നെ ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ഒക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ സമൂസ ഷീറ്റൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമൂസ ഷീറ്റും അതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റും ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. 3 കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ 3 കപ്പ് മൈദയും ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ എത്ര ഷീറ്റ് കിട്ടി എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ മൈദ എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കാരണം വെള്ളം പെട്ടെന്ന് തന്നെ മൈദയിൽ കൂടിപ്പോവും. അപ്പോൾ വെള്ളം ഒരിക്കലും കൂടി പോകരുത്. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവത്തിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു ഡോ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. ഉടനെ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ നിന്ന് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഞാനിവിടെ പത്തിരിക്കൊക്കെ ഉരുളയാക്കി എടുക്കില്ലേ, ഒരു കൈപ്പിടി അത്രയും വലുപ്പത്തിലുള്ള ഉരുളയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് 12 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോ ഉരുളയും എടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരുപാട് വലുപ്പത്തിൽ ഈ ഒരു സമയത്ത് പരത്തിയെടുക്കേണ്ട, ഒരു പൂരിയുടെ ഒക്കെ ആ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് പരത്തിയെടുത്തു. ഇനിയിപ്പോൾ 2 കൂടെ ഈ ഒരു സെറ്റിലേക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പൂരിയുടെ വലുപ്പത്തിൽ ഏകദേശം എല്ലാതും ഒരേ വലുപ്പമാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പൂരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഓയിലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. മൈദ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ആയി കിട്ടും. ചില ഭാഗത്തൊക്കെ മൈദ പൊടി ആയിട്ടില്ലെങ്കിൽ അവിടെ അങ്ങ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളിത് വലിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാ ഭാഗത്തും പൊടി ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ആവും കേട്ടോ. എന്നിട്ട് അടുത്ത പൂരി വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓയിൽ ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. മൈദയാണ് കേട്ടോ. ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അടുത്തത് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ 3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 4 പ്രാവശ്യമായിട്ട് 12 അല്ലേ മൊത്തം ഉള്ളത്. അപ്പോൾ നമുക്ക് 4 പ്രാവശ്യമായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അടിയിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്. അപ്പം മുകളിൽ ഒരു അല്പം പൊടി തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൊടി വേണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ പതുക്കെ അധികം ബലം കൊടുക്കാതെ ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ 4 സെറ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓരോ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതും ആ ഉടനെ തന്നെ പരത്തിയിട്ട് ഉടനെ തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തത് പരത്തിയെടുത്തിട്ട് സെറ്റ് ചെയ്താൽ മതി. കാരണം നമ്മളിതിങ്ങനെ ഓരോന്നും ഇപ്പോൾ കുറേയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും സെറ്റ് ചെയ്ത് നമ്മൾ ഓയിലൊക്കെ തേച്ചിട്ട് അതിങ്ങനെ വെക്കും. ഒരു സെറ്റ് റെഡിയാക്കി പിന്നെ അടുത്ത സെറ്റ് റെഡിയാക്കി പിന്നെയും 3ാമത്തെ സെറ്റും അങ്ങനെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ട് പിന്നെ മൊത്തത്തിൽ പരത്തിയിട്ട് മൊത്തത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഓയിലും പൊടിയും നമ്മൾ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൊടിയൊക്കെ അതിലങ്ങോട്ട് മിക്സ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചുട്ടെടുത്ത് കഴിഞ്ഞാലും വേർപെട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്കിത് പൊട്ടിപ്പോവും, ഒട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഓയിലൊക്കെ തേച്ച് ആ ഉടനെ തന്നെ പരത്തിയെടുക്കുക, ആ ഉടനെ തന്നെ ചുട്ടെടുക്കുക. എന്നിട്ട് അത് റെഡിയാക്കിയിട്ട് നമുക്ക് അടുത്ത ഉരുളയെടുത്തിട്ട് പരത്തിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ആദ്യത്തെ ബാച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് റെഡിയാക്കി ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സെക്കൻഡുകൾ 4-5 സെക്കൻഡൊക്കെ മതി. ഇതൊന്ന് പച്ച കളർ ആ ഒരു കളറൊന്ന് ചേഞ്ചായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കളർ ഒരു ഭാഗം ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ അതുപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു
ചില സൈഡുകൾ ഇങ്ങനെ ഒരു കണ്ടോ ഒരു കളർ മാറ്റം ഉണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നും കൂടെ ഈ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കളർ നോക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം അത് നല്ല ചൂടോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടാറാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ടർക്കി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ടർക്കിയോ കിച്ചൺ ടവൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കാറ്റൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ ഹാർഡായി പോകും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സെറ്റ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അടുത്ത സെറ്റിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 3 ഒരേ വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് വെച്ച് കൊടുത്തിട്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പതുക്കെ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഫ്ലെയിം കത്തിച്ചിട്ട് പാന് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒരു 3-4 സെക്കൻഡ് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു കളർ ഒന്ന് ചേഞ്ചായി, ഒരു പച്ച കളർ മൈദയുടെ ഒരു പച്ച കളർ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിത് എടുക്കാം. എടുത്തിട്ട് നമ്മൾ നേരത്തെ കവർ ചെയ്ത ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തത് ഇങ്ങെടുത്ത് മാറ്റുക. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആദ്യത്തത് നമ്മളിതാ എടുത്തിട്ട് ഇതുപോലെ അത് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ നടുഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഓരോ പീസും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ 3 പീസായിട്ടല്ലേ പരത്തിയെടുത്തത്. ആ ഒരു 3 പീസും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മറ്റേ പീസിൽ നിന്നും ഇതുപോലെ 3 പീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നിൽ നിന്ന് നമുക്കൊരു 6 ഷീറ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇനിയിപ്പോൾ സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വേർപ്പെടുത്തിയെടുത്താൽ മതി കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇനി റെഡിയാക്കി എടുത്തിട്ടുള്ള ഷീറ്റൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. കാറ്റൊന്നും കൊള്ളിക്കാതെ ഹാർഡായി പോകരുത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ 4 സെറ്റിൽ നിന്ന് ലാസ്റ്റത്തെ സെറ്റ് ഞാൻ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ചൂടാറാൻ വെച്ചിട്ടുള്ളത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 കപ്പ് മൈദയിൽ നിന്ന് 12 ഉരുളകൾ ഉണ്ടാക്കി. ആ ഒരു 12 ഉരുളകളെ 4 സെറ്റാക്കിയിട്ട് 3 വെച്ചിട്ട് 4 സെറ്റാക്കിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നിന്നും നമുക്ക് ഇതുപോലെയുള്ള 6 ഷീറ്റാണ് കിട്ടുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 3 കപ്പ് മൈദയിൽ നിന്ന് ഇതുപോലെയുള്ള 24 ഷീറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. 3 കപ്പ് എന്നുള്ളത് 6 കപ്പ് മൈദ വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി അളവിൽ നമുക്ക് സമൂസ ഷീറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ.